ഹലോ ഓൾ, വെൽക്കം ടു ആർ പോഡ്കാസ്റ്റ് ചാനൽ. പേരെന്തായിരുന്നു? ഫുഡ് ഫോർ തോട്ട് ബൈ ഗ്രേസ്. അതെ, പേര് മാറ്റാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴല്ല, അടുത്ത ഇതിൽ അത് മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടിട്ടതാ, ഒട്ടും കൊള്ളൂല. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പിക്കിനെ കുറച്ച് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കാണ്. ഇന്ത്യൻ പാരൻറ്റിങ്ങും പിന്നെ പിള്ളേർ അത് കാരണം അവസ്ഥപ്പെടുന്നു. യെസ്, അത് നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് നല്ല അവസ്ഥയാണ്. ഇന്ത്യൻ നിങ്ങൾ എങ്ങനെ ഏത് സിറ്റുവേഷനും ഇന്ത്യൻ സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ, ഇന്ത്യൻ പിള്ളേർ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്നില്ലേ? അത് ഇന്ത്യൻ പാരൻറ്റിങ് കാരണം. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം എക്സ്പീരിയൻസ് കൊടുക്കുമല്ലേ പിള്ളേർക്ക്. ഒരിക്കലുമില്ല, അതാണ് നിങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് തരാറേ ഇല്ല. നിങ്ങൾ ആദ്യം ചെയ്യും, അതിൻ്റെ ബാക്കി വേണം ഞങ്ങൾ ചെയ്യാൻ. അങ്ങനെയാണ് ഇന്ത്യൻ പാരൻറ്റിങ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്നേ വരെ നമ്മൾ എക്സ്പീരിയൻസ് അല്ല, എക്സ്പ്ലോർ പോലും ചെയ്യാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ് ഇന്ത്യൻ. അത് അമ്മ സമ്മതിച്ചേ പറ്റൂ, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മ സംസാരിക്കൂ, ഇതൊരു പോഡ്കാസ്റ്റ് ആണ്. എന്തിനാണ് ഇത്ര കോൺഷ്യസ് ആവുന്നത്? യു ക്യാൻ ടോക്ക് ഫ്രീലി. യെസ്, യോജിപ്പുണ്ട്. എന്താണ് യോജിക്കുന്നത്? വിയോജിപ്പ്. ഓക്കെ, യു ആർ ഡിനൈയിങ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫൈൻ. വൈ? ബിക്കോസ് വി ആർ വെരി സപ്പോർട്ടീവ്. ഞങ്ങൾ നിങ്ങളെ എത്ര സപ്പോർട്ട് ചെയ്യുന്നു, എത്ര ഉണ്ടായപ്പോൾ മുതൽ ഞങ്ങൾ പാരൻറ്റിങ് ആണ്. കറക്റ്റ്, ഉണ്ടായപ്പോൾ മുതൽ പാരൻറ്റിങ് ആണ്, മരിക്കണമായിരിക്കും പാരൻറ്റിങ് ആണ്. ഒരിക്കലും ആ കൊച്ച് വളരുന്നില്ല നിങ്ങൾക്ക്, അതല്ലേ അതിൻ്റെ സത്യം. ആണ്, അതിനോട് അമ്മ യോജിക്കണം. വിയോജിക്കുകയല്ല വേണ്ടത്, യോജിക്കുകയാണ് ചെയ്യേണ്ടത്. അതെ, ഞാൻ ഇപ്പോഴും ഒരു ചെറിയ കാര്യം, ഒന്നുമില്ല, ഏതൊരു സ്ഥലത്ത് പോകണം എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു അടി, അത് കഴിഞ്ഞിട്ടേ പിന്നെ കാര്യങ്ങളൊക്കെ നടപടിയിലോട്ട് വരുള്ളൂ. പിന്നെ ഞാനങ്ങ് തീരുമാനിക്കും, ഞാനങ്ങ് പോകുന്നില്ല. ഇതാണ് ഇന്ത്യൻ പാരൻറ്റിങ്. ഒരു കല്യാണം തന്നെ എടുക്കട്ടെ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിക്കുന്ന പ്രായമാണല്ലോ. ഒരു കല്യാണത്തിന് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ 1000 കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേറ്റ് ആയിട്ട് അവസാനം ഐ വിൽ ഡിസൈഡ് ഐ എം നോട്ട് ഗോയിങ്. ദാറ്റ്സ് ഹൗ ഐ ഡിസൈഡ്. I don't understand why you are making up my mind like that. Hey, that is your preoccupied mindset. It's your preoccupied mindset. You're not letting me to experience such things. That's true. Whoever is finding true, please comment below. Okay, whoever is able to relate this statement, please comment below. Let's have a debate on that. Yes. And yes. Mole, give me an example. Last time you were asking about it. On that day, what was happening actually? What was happening? Mole, the example airno. Exam is my problem. And my friend is getting married only once in my lifetime. What? And I want to go for that marriage, which is very important. And you are asking me to write exam, which is going to come again and again. എന്തായാലും ജനറൽ കാറ്റഗറിയില്ലേ, കിട്ടത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. ജനറൽ പോരാത്തിന് നമ്മൾ ജനറൽ കാറ്റഗറിയും കൂടെ. അപ്പോൾ ആ എക്സാം കിട്ടത്തില്ല, അത് 100% ഉറപ്പായ കാരണമാണ് ആ കല്യാണത്തിന് പോയി ബിരിയാണി എങ്കിലും തിന്നാന്ന് വെച്ചപ്പോൾ അത് സമ്മതിക്കുന്നില്ല. ഇതാണ് ഇന്ത്യൻ പാരൻറ്റിങ്, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. So you are fighting in front of എന്ത് ക്യാമറ. അടുത്ത മൂവാണ് എമോഷണൽ. You are fighting. Yes, of course, I will fight. ജയ് വിളിക്കരുത്, സോറി.